നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് റെസിപ്പി ചെയ്യുന്നതിന് മുന്നേ നല്ലൊരു ചാനൽ പരിചയപ്പെടാം. അപ്പോൾ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള രന്യ ചെയ്യുന്ന ചാനലാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും സ്കിൻ കെയറും അതുപോലെ തന്നെ ഹെയർ കെയറുമാണ്. നമ്മുടെ മുടി വളരാതിരിക്കുക, മുടിയുടെ അറ്റം പിളരുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള വീഡിയോസ് ഉള്ള ഒരു ചാനലാണിത്. വളരെ നല്ല കണ്ടൻറ്റാണ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും കണ്ടു നോക്കുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിനകത്തും ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്ന് ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇന്നെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇഫ്താറിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസായിട്ടുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ഇതിലൊരു പ്രധാന ചേരുവയാണ് ഓറഞ്ച്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസായിട്ടുള്ള ഓറഞ്ച് എടുത്തിട്ടുള്ളത്. 2 ക്യാരറ്റ് എടുക്കുമ്പോൾ ഒരു ഓറഞ്ചൊക്കെ എടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ഇതിന് പകരം വെച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഓറഞ്ചും ക്യാരറ്റും കൂടിയുള്ള കോമ്പിനേഷൻ ഒന്നുകൂടി നല്ലതാണ്. ഇതിൻ്റെ കുരുവൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർക്കാം. അതുപോലെ തന്നെ മധുരത്തിന് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം ക്യാരറ്റിനും അതുപോലെ തന്നെ ഓറഞ്ചിനും അത്യാവശ്യം മധുരം ഉണ്ടാകും. കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ ദിവസവും നല്ല ഹെൽത്തി ആയിട്ട് കുടിക്കണം എന്നാണെങ്കിൽ ഏറ്റവും നല്ലതൊന്നുകിൽ തേൻ ചേർക്കുക, പഞ്ചസാര മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ തണുത്ത വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ, അതായത് കുടിക്കാനുള്ള ഒരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്യണമെന്നാണെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള ജ്യൂസൊക്കെ ചെയ്യുമ്പോൾ ചിലതൊക്കെ നമ്മൾ അരിച്ചെടുക്കാറുണ്ട്. പക്ഷേ ക്യാരറ്റ് ജ്യൂസ് ഇതുപോലെ അങ്ങ് കുടിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കുടിക്കുന്നതാണെങ്കിൽ, അത് ആ ഒരു ആവശ്യത്തിന് വേണ്ടി കുടിക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് അരിച്ചെടുക്കാതെ. കാരണം ഇത് ഒത്തിരി ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ അരിച്ചെടുക്കാതെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അല്ലാതെ നിങ്ങൾ ശരിക്കും മുഖകാന്തി വർദ്ധിക്കാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അരിച്ചെടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. ഇതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ദിവസം രാവിലെയൊക്കെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നോമ്പ് തുറക്കൊക്കെ ശരിക്കും കുടിക്കാൻ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണെന്ന് തന്നെ പറയാം. കുടിച്ചു കഴിഞ്ഞാൽ അത്രയധികം മുതിർന്നവർക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ഇത്തിരി മധുരമൊക്കെ ഇട്ടിട്ട് ചേർത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.